എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ആ ഒരു ജയിലിലെ കേസ് അതെല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു വലിയ ഭാഗം കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ സെക്യൂരിറ്റിക്കായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പ്രധാനമായിട്ടും ഉള്ളത് ഒരു ഞണ്ട് തലയനാണ്. അവനും അവന്റെ രണ്ട് അസിസ്റ്റൻസും. അവരാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഡോറൊക്കെ ക്ലോസ് ചെയ്ത് അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ഒരു ഡോറിനകത്ത് ഒരു വലിയ സീപ്രസൻ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബോക്സ് ഉണ്ട്. അതിലാണ് എല്ലാ കേസും ഉള്ളത്. സോ അവിടേക്ക് നടന്നു വന്ന ഏതോ ഒരുത്തൻ ഇപ്പൊ ഒരു കീ അത് ആ ഞണ്ട് തലേന്റെ നേർക്ക് നീട്ടും. നിങ്ങളിത് കാണുന്നില്ലേ? നിങ്ങളുടെ ഇറസ്പോൺസിബിലിറ്റി അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കീ അത് ഇവിടുന്ന് നഷ്ടമായത്. ഇത് ഏതെങ്കിലും പ്രിസണേഴ്സിന്റെ കയ്യിൽ കിട്ടിയാ ഇവിടുന്ന് അവർ രക്ഷപ്പെട്ടു പോവും. ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ കീ ഇപ്പോൾ ആ ഞണ്ടുതലേന്റെ കയ്യിൽ കൊടുക്കും. ഞണ്ടുതലേൻ സോറിയൊക്കെ പറഞ്ഞ് ആ കീ എടുത്ത് ഇപ്പൊ സീപ്രസൺ ബോക്സിൽ വെക്കും. അതിനുശേഷം അവൻ ആരാണെന്ന് ചോദിക്കും. അത് ചോദിക്കേണ്ട താമസം അവനങ്ങനെ ചാടി വന്ന് ബോക്സിന്റെ അകത്തുണ്ടായിരുന്ന എല്ലാ കീയും മോഷ്ടിക്കുകയാണ്. സെക്യൂരിറ്റീസിന് മനസ്സിലാവും അവൻ ഏതോ ഒരു ഇൻക്ലൂഡർ ആണെന്ന്. ഉടനെ എല്ലാവരും ഗണ്ണുമായിട്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ ഓടി അടുക്കും. വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ റൈസോ. ഞണ്ടുമാനാണെങ്കിൽ സ്ട്രെയിറ്റ് വന്ന് റൈസോയെ പിടിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അവനൊരു ഞണ്ടാണ്. അവന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മാത്രമേ മൂവ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ. റൈസോയ്ക്ക് ആണെങ്കിൽ അത് കാണുമ്പോൾ ഭയങ്കര സമാധാനം. റൈസോ അവന്റെ കുറച്ച് ഷുരിങ്കൻസ് അതങ്ങനെ ഇപ്പൊ ആ ഞണ്ടിന് നേരെ അച്ചറം പൊച്ചറം വലിച്ചെറിയും. ഞണ്ടുമാന്റെ ബോഡിയിൽ ആ ഒരു ഷുരിങ്കൻസ് അതങ്ങനെ തറച്ചു കയറി അവൻ വേദനയിൽ നിലവിളിക്കും. റൈസോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇത്തവണ ഞാൻ ഈ കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ, അടുത്ത തവണ തീർച്ചയായിട്ടും നിന്റെ ജീവന് ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവും. കട്ട് ചെയ്ത ആ വൈസ് വാർഡൻ ആളാണെങ്കിൽ ആ അപ്പാപ്പനെ പിടിച്ചു വലിച്ച് അറഞ്ച പുറഞ്ച തല്ലുകയാണ്. ആളുടെ പോക്കറ്റിൽ നിന്ന് വീണ്ടും ഫുഡ് കൂപ്പൺസ് പുറത്തേക്ക് വലിച്ചെടുക്കും. സത്യം പറയും, ഈ കൂപ്പൺസ് അതാരാ നിങ്ങൾക്ക് തന്നത്? എനിക്ക് അവനെയും നിങ്ങളെയും ഒരുമിച്ച് കൊല്ലണം. അപ്പാപ്പനാണെങ്കിൽ ഓൾമോസ്റ്റ് ആളിപ്പം മരിക്കാൻ പോവാണെന്ന് മനസ്സിലാവും. ഉടനെ അപ്പാപ്പൻ ആളോടുള്ള ഫുൾ ദേഷ്യത്തിൽ ആ വൈസ് വാർഡന്റെ മുഖത്ത് നോക്കി പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. അവന്റെ മഹത്വം അതെനിക്ക് നന്നായിട്ട് അറിയാം. മറ്റുള്ളവരുടെ വിശപ്പും ഫീലിങ്സും മനസ്സിലാക്കാൻ കഴിയുന്നവനാണ് അവൻ. സോ ഒരു കാരണവശാലും അവനെ ഞാൻ ഒറ്റ കൊടുക്കില്ല. ലോങ് ഷോട്ടിലായിട്ട് ലൂഫി ആണെങ്കിൽ ഈ കാഴ്ചയെല്ലാം കണ്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ചുറ്റുമുള്ള പ്രിസണേഴ്സിന് എല്ലാവർക്കും അവരുടെ ഹാർട്ട് ബീറ്റ് കൂടി വരും. കാരണം അത് വൈസ് വാർഡനാണ്. ആളോട് തർക്കിച്ച് സംസാരിച്ചാലോ ഉത്തരം പറഞ്ഞാലോ ഓൺ ദ സ്പോട്ടിൽ അവൻ കൊന്നുകളയും. സോ അപ്പാപ്പ മരിക്കാൻ പോവാണെന്ന് എല്ലാവരും ഉറപ്പിക്കും. അത് കണ്ട ലൂഫി അവൻ ആ വൈസ് വാർഡന്റെ അടുത്തേക്ക് പതിയെ നടന്നെടുക്കുകയാണ്. ചുറ്റുമുണ്ടായിരുന്ന പ്രിസണേഴ്സ് ഇപ്പൊ ലൂഫിയെ വിളിക്കും, ലൂഫി ദയവ് ചെയ്ത് അവന്റെ അടുത്തേക്ക് പോകാനായിട്ട് പാടില്ല. നീ കരുതും പോലെയല്ല, അവൻ വൈസ് വാർഡനാണ്. നീ എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവർ നിന്നെ ഇല്ലാതാക്കും. സോ ഞങ്ങൾ പറയുന്നത് കേൾക്ക്, നീ തിരികെ വാ. ലൂഫി ആണെങ്കിൽ അതിലൊന്നും പതറാതെ മുൻപോട്ടേക്ക് പോവും. ഇവിടെ അപ്പാപ്പനാണെങ്കിൽ നിർത്താതെ ആ വൈസ് വാർഡനെ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത നിമിഷം ലൂഫി അവൻ ചാടി വന്ന് വൈസ് വാർഡനെ അങ്ങനെ ചവിട്ടി താഴെയിടും. അപ്പാപ്പനെ ആണെങ്കിൽ ലൂഫി ക്യാച്ച് ചെയ്ത് സേഫായിട്ട് താഴെ ഇറക്കും. അപ്പാപ്പനാണെങ്കിൽ ടെൻഷൻ കൂടി വരും. കാരണം വീണ്ടും അപ്പാപ്പന് വേണ്ടി ലൂഫി ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ഭാഗത്തായിട്ടുള്ള സെക്യൂരിറ്റീസ് അവറ്റകളെല്ലാം ഇപ്പൊ ലൂഫിക്ക് നേരെ പാഞ്ഞടുക്കും. കാരണം അവൻ തൊട്ടത് വൈസ് വാർഡനെയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ഫൈറ്റ് ചെയ്യാൻ ചാടി നിൽക്കും. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ ഒരു ഞണ്ടുമാൻ അവനാണെങ്കിൽ താക്കോല് മോഷണം പോയ കാര്യം അതിപ്പോ ഒരു ലേഡി വൈസ് വാർഡന്റെ അടുത്ത് ഷെയർ ചെയ്യാണ്. അവൾക്ക് ഡബിൾ ഫ്രൂട്ടിന്റെ പവറുണ്ട്. മനുഷ്യനും മൃഗവും കമ്പൈൻ ചെയ്ത ഒരു ബോഡിയാണ് അവൾക്കുള്ളത്. ആ ലേഡി വാർഡൻ ആണെങ്കിൽ ഇപ്പൊ ദേഷ്യത്തിൽ അങ്ങനെ പല്ല് കടിക്കും. യു ആർ അൺബിലീവബിൾ. നീയൊക്കെ ഇത്രയും വീക്കായിരുന്നോ? ആ ഒരു സെല്ലിന്റെ കേസ് അത് നഷ്ടപ്പെട്ട വലിയ അപകടമാണ്. അവൻ ഇവിടെ വിട്ട് പോയിട്ടുണ്ടാവില്ല. ഇത്രയും വേഗം അവനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് സെക്യൂരിറ്റീസിനെ നാനാ ഭാഗത്തേക്ക് അയക്കും. മറ്റൊരു ഭാഗത്ത് റൈസോ അവൻ ആ കീ ഒക്കെ ആയിട്ട് ഇപ്പൊ ലൂഫിയെ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ചാടി ഓടും. അവന്റെ മുൻപിലേക്ക് ഒരുപാട് സെക്യൂരിറ്റീസ് വരും. റൈസോ ഒരു നിഞ്ച ആയതുകൊണ്ട് തന്നെ അവന്റെ ഡിഫറെന്റ് പവർ അതൊക്കെ ഉപയോഗിച്ച് അവറ്റകളെ വെട്ടി വീഴ്ത്തി സ്റ്റെൽത്ത് മോഡിലേക്ക് മാറും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഒരു പാണ്ടി ലോറി കാണിക്കും. അതിന്റെ ഒത്ത നടുക്കായിട്ട് ക്വീന്. അവരാണെങ്കിൽ ആ പ്രിസൺ ലക്ഷ്യമാക്കി വരികയാണ്. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും അവരുടെ പേരൊക്കെ വിളിച്ച് അങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രിസണേഴ്സ് എല്ലാവരും പേടിച്ച് കണ്ണുകളൊക്കെ അടച്ചു നിൽക്കുകയാണ്. കാരണം അവർക്ക് നന്നായിട്ട് അറിയാം ആ സോൾജിയേഴ്സും വൈസ് വാർഡനും ഇനി ലൂഫിയെ വെറുതെ വിടില്ല എന്ന്. അവരെല്ലാവരും ചേർന്ന് ലൂഫിയെ തല്ലിക്കൊല്ലുമെന്ന് അവർക്ക് ഉറപ്പാവും. അവരാണെങ്കിൽ ലൂഫിയുടെ ദുർവിധി അതോർത്ത് അങ്ങനെ വിഷമിച്ച് കരയാണ്. അതേസമയം ഗ്രാൻഡ് പേ ആണെങ്കിൽ ലൂഫിയോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. ഇത്തവണയും നീ എനിക്ക് രക്ഷകനായി എത്തി. അതിന് ലൂഫി
ആണെങ്കിൽ ടെൻഷനായിട്ട് പറയും, എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. ആ സോൾജിയേഴ്സ് അവറ്റകളെല്ലാം അറ്റാക്ക് ചെയ്യാനായിട്ട് പാഞ്ഞടുക്കാണ്. അതിന്റെ ഇടയിൽ നിങ്ങൾ പെട്ടുപോയാൽ തീർച്ചയായിട്ടും പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞു പോവും. അത് കേട്ട് ഗ്രാൻഡ്പ ഇപ്പോൾ ഒരു ഭാഗത്തേക്ക് മാറാൻ ശ്രമിക്കും. അതേസമയം സോൾജിയേഴ്സ് അവറ്റകളെല്ലാം ലൂഫിക്ക് നേരെ റൗണ്ട് ചെയ്ത് പാഞ്ഞടുക്കും. ലൂഫി ഒരു സെക്കൻഡ് അവന്റെ കയ്യിലുള്ള സീപ്രസൻ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ആ ഹാൻഡ് കഫിലേക്ക് നോക്കുകയാണ്. ആ ഹാൻഡ് കഫ് ആണെങ്കിൽ അവന്റെ പവർ അങ്ങനെ പുറകിലേക്ക് വലിക്കുകയാണ്. എങ്കിലും ലൂഫി ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അങ്ങനെ ചാടി വന്ന് അവനെ റൗണ്ട് ചെയ്ത സോൾജിയേഴ്സിനെ ഓരോരുത്തരെയായിട്ട് തല്ലി തല്ലി താഴെയിടും. ലൂഫിയുടെ അടിയും ഇടിയും ആക്ഷനും ഒക്കെ കണ്ട് അത്രയും നേരവും കരഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പ്രിസണേഴ്സ് അവരെല്ലാവരും ആക്റ്റീവായി ലൂഫിയുടെ പഞ്ചും ഫൈറ്റിംഗ് സ്റ്റൈലും ഒക്കെ കാണുകയാണ്. ഗ്രാൻഡ്പയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ആള് ബല്ലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ 32 പല്ലും കാണിച്ചിടിച്ച് ലൂഫിയുടെ ഫൈറ്റ് നോക്കും. ഇവിടെ ആ വൈസ് വാർഡൻ ആളാണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അപ്പം ഞെട്ടിച്ചുകൊണ്ട് ലൂഫി ആണെങ്കിൽ ആളുടെ മുൻപിൽ നിന്ന് പൊരിഞ്ഞ ഫൈറ്റ്. സ്വാഡൻ ആണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ആൾ അടുത്തുള്ള ഒരു സോൾജിയറിനോട് ചോദിക്കും, അവന്റെ കയ്യിൽ പ്രസൻ ഹാൻഡ് കഫ് ഇല്ലേ, പിന്നെങ്ങനെ അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റുന്നു? അതിനാ സോൾജിയർ പറയും, ഇവിടെയുള്ള എല്ലാവരുടെയും കയ്യിൽ 3% ഹാൻഡ് കഫ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ബേസിക് പവർ വെച്ച് മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. അവനിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് അവന്റെ ബേസിക് പവർ വെച്ച് മാത്രമാണ്. അതേ പഞ്ചിലാണ് മാസ്റ്റർ നിങ്ങളും പഞ്ചിൽ കിളി പോയി അടിച്ച് താഴെ വീണത്. അത് കേൾക്കുമ്പോൾ വൈസ് വാർഡൻ ആണെങ്കിൽ ദേഷ്യം വരും. എന്തായി പറയണേ? ഞാൻ അവന്റെ അത്രയും പവർഫുൾ അല്ല എന്നാണോ? ഞാൻ വീക്കായ ഒരു വാർഡൻ ആണെന്നാണോ നീ പറയണേ? അതിനാ സോൾജിയർ ആണെങ്കിൽ ടെൻഷനാവും. അയ്യോ അല്ല, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത എലിഫന്റിന്റെ തലയായിട്ട് ഏതോ ഒരുത്തൻ അങ്ങനെ നടന്നു വരികയാണ്. അവന്റെ രൂപം തന്നെ കാണുമ്പോൾ എല്ലാവരും കിടുങ്ങി വിറയ്ക്കും. അത് മറ്റാരുമല്ല, ആ ഒരു ജയിലിന്റെ പ്രധാന വാർഡൻ. അവനാണെങ്കിൽ എലിഫന്റ് ഡെവിൾ ഫ്രൂട്ട് അതാണ് കഴിച്ചിരിക്കുന്നത്. ഒരാനയുടെ പവർ അവനുണ്ട്. അവൻ ഉച്ചത്തിൽ പറയും, നീ ഞങ്ങളുടെ സെല്ലിൽ കിടന്നുകൊണ്ട് ഇവിടെയുള്ള സോൾജിയേഴ്സിനെയും വാർഡനെയും തല്ലി ഓടിക്കുമല്ലേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യ്. എന്റെ എലിഫന്റിന്റെ ഒരു തുമ്മല് അത് മാത്രം മതി നീ തെറിച്ചു പോവാൻ. ലൂഫിക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ ആവേശം കൂടും. കാരണം അവനൊരു കട്ട കോമ്പറ്റീറ്റർ എത്തിയിരിക്കുകയാണ്. അവനെ തോൽപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ലിൽ നിന്ന് പുറത്തു പോകാനും അവന്റെ ആഗ്രഹപ്രകാരം കൈഡോയെ തല്ലിക്കൊല്ലാനും കഴിവെന്നും ലൂഫിക്ക് അറിയാം. ലൂഫി ആണെങ്കിൽ അവന് നേരെ പാഞ്ഞടുക്കും. ഞൊട്ടിയിടയിൽ ഇപ്പൊ എലിഫന്റിന്റെ വായിൽ നിന്ന് ഒരു ബുള്ളറ്റ് പുറത്തേക്ക് വരികയാണ്. അത് നല്ല ഫോഴ്സിൽ ലൂഫി ആഞ്ഞടിച്ച് അവൻ ആ ഒരു ഇടിയിൽ തകർന്ന് താഴെ വീഴുകയാണ്. ഗ്രാൻഡ്പേ ആണെങ്കിൽ പേടിച്ച് ലൂഫിയുടെ അടുത്തേക്ക് ഓടി വരും. അപ്പൊ മറ്റൊരു സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ഗേറ്റിന്റെ അടുത്തേക്ക് ക്വീൻ വന്ന കാര്യം പറയും. അത് കേട്ട് വാർഡൻ ഇപ്പൊ ലൂഫിയെ മൈൻഡ് ചെയ്യാതെ ക്വീനിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഗേറ്റിന്റെ ഭാഗത്തേക്ക് കടന്നു പോവാണ്. ലൂഫിക്കാണെങ്കിൽ വല്ലാത്തൊരു നിരാശ. അവന്റെ ഹോക്കി പവർ അത് യൂസ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ ഈസിയായി ഈ ഒരു ബുള്ളറ്റിനെ പ്രിവെന്റ് ചെയ്ത് വാർഡനെ തോൽപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ക്വീൻ അവനാണെങ്കിൽ വിശ്വസുന്ദരിയുടെ ഫോട്ടോ നോക്കി ഇവള് തന്നെയാണ് ഒറോച്ചിക്ക് ചേർന്ന പെർഫെക്റ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞ് സ്റ്റേജിലേക്ക് വരികയാണ്. ആക്ച്വലി അവൻ ഇതുവരെ അവൾ മരിച്ച കാര്യം അറിഞ്ഞിട്ടില്ല. അവളാണെങ്കിൽ ഇപ്പോഴെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കും. ആ ഗ്യാപ്പിൽ ലൂഫി ആണെങ്കിൽ ആ അപ്പോപ്പനുമായിട്ട് അവിടുന്ന് കടന്നു പോവാണ്. അല്പസമയം കഴിഞ്ഞ് വാർഡൻ അവിടേക്ക് എത്തി പ്രധാനമായിട്ടും ഡൽഹിയിൽ നടന്ന സംഭവങ്ങളെല്ലാം ഇപ്പൊ ക്വീനുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതിനാണെങ്കിൽ പ്രധാനമായിട്ട് നടന്ന 3 കാര്യങ്ങൾ പറയും. ആദ്യമായിട്ട് യൂസ്ട്രസ് കിഡ് അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. അത് കേൾക്കേണ്ട താമസം ക്വീൻ ആണെങ്കിൽ ഷോക്കാവും. രണ്ടാമതായിട്ട് ഇവിടെയുള്ള സെല്ലിന്റെ കീ അത് നഷ്ടപ്പെട്ടു. അത് കേട്ട് ക്വീൻ അവൻ ഡബിൾ ഷോക്കാവും. മൂന്നാമത്തെ കാര്യം അത് മറ്റൊന്നുമല്ല, സ്ട്രോ ഹാറ്റ് ലൂഫി. അവൻ ഇവിടെയുള്ള സോൾജിയേഴ്സിനെ എല്ലാം തന്നെ അടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ലൈവായിട്ട് ലൂഫി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതങ്ങനെ ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട ക്വീന്റെ കിളി പോയി. യു ഗായ്സ് ആർ അൺബിലീവബിൾ. അവൻ കൺമുമ്പിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എത്രയും വേഗം അവനെ പിടിക്കാനായിട്ട് പറയും. അതേസമയം ലൂഫി അവനങ്ങനെ മുകളിലേക്ക് പാഞ്ഞു കയറുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.